ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രസമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ടൊരു 4 കപ്പ് വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ഇതിലോട്ടൊരു 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ടൊരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി ഇടണം. അപ്പോൾ പുളി ഞാൻ വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത് ചെയ്യേണ്ടത് നമുക്ക് തക്കാളി, ഒരു 3-4 തക്കാളി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ തക്കാളി കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള നല്ല പഴുത്ത 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ രസം തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രം ഒന്ന് ചൂടായതിനു ശേഷം ഞാൻ ഇതിലോട്ട് അല്പം എണ്ണ ഒഴിക്കുകയാണ്. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കടുകെല്ലാം നല്ലവണ്ണം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇടുകയാണ്. ഇനി അടുത്തത് കുറച്ച് മുളക് ഇതിലോട്ട് ഇടുകയാണ്. അപ്പോൾ അടുത്ത ഇതിലോട്ട് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇടുകയാണ്. ഇതിന് പകരം വെളുത്തുള്ളി പേസ്റ്റ് ആയിരുന്നാലും മതി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടാലും മതി. അപ്പോൾ ഇങ്ങനെ ഇടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അടുത്തതായി നേരത്തെ റെഡിയാക്കി വെച്ച തക്കാളി ഇതിലോട്ട് ഇടുകയാണ്. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി തക്കാളി ഒന്ന് വാടി വന്നാൽ മതി, ഇത് വെന്ത് പോകണ്ട. അപ്പോൾ വാടി വന്നതിന് ശേഷം അടുത്ത് നമുക്ക് പൊടികൾ ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യമായി ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. അടുത്തതായി ചേർക്കുന്ന അല്പം മുളക് പൊടിയാണ്. ഇനി അല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കുക. അടുത്ത് ചേർക്കാൻ പോകുന്ന അല്പം കുരുമുളക് പൊടിയാണ്. ഈ പൊടികളൊക്കെ ചേർക്കുമ്പോൾ തീ വളരെ കുറച്ചിട്ടിട്ട് വേണം ഈ പൊടികൾ ചേർക്കാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അടുത്തതിലൂടെ ചേർക്കാൻ പോകുന്നത് രസപ്പൊടിയാണ്. ഞാൻ 10 രൂപയുടെ 2 പാക്കറ്റ് രസപ്പൊടിയാണ് വാങ്ങിയിട്ടുള്ളത്. 2 പാക്കറ്റ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ വാടി നമ്മൾ എണ്ണയൊക്കെ തെളിഞ്ഞ് മുകളിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ എടുത്തു വെച്ച പുളിവെള്ളം ഇതിലോട്ട് ഒഴിക്കുകയാണ്. ഇനി ഞാൻ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുകയാണ്. ഇനി അവസാനമായി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് മല്ലിയിലയാണ്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് നല്ലോണം തിളയ്ക്കണം. തിളച്ച് വന്നാലുടനെ നമ്മൾ രസം റെഡിയാവുന്നതാണ്. നല്ല ടേസ്റ്റോട് കൂടിയ രസമാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് തിളച്ചതിന് ശേഷം നോക്കാം. അപ്പോൾ രസം നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന രസമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.